നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ബിജി തോമസ്, ബാബാമയുടെ എഴുത്തുകാരൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസം. ഇതൊരു അവധി ദിവസമല്ല, എന്നാലും ഇതൊരാഘോഷമായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. കുടുംബം 3 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ കുടുംബം എന്താണെന്നുള്ളതിനെപ്പറ്റി മനസ്സിലാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം എന്നൊരു ഓൺ വോയിസിനെ പറ്റി ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞത് ശ്രീ രാധാകൃഷ്ണൻ സാറാണ്. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചോളട്ടെ. കുടുംബം ശിഥിലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനെ കൊണ്ട് സമൂഹം ഉണ്ടായിരിക്കും. എന്നാൽ കുടുംബം നന്നായാൽ അത് പറയാനെ കൊണ്ട് ആരും കാണത്തില്ല. അതാണ് ഇന്നത്തെ സമൂഹം. ഇന്ന് കുടുംബദിനമായിട്ട് ആഘോഷിക്കുന്നതൊക്കെ വാട്സപ്പ് കൂട്ടായ്മയിലും അതുപോലെയുള്ള ഓരോ കാര്യങ്ങളുമാണ്. കെട്ടിയടച്ച 4 മൂലയിൽ ഒതുങ്ങുന്നതാണ് ഇന്നത്തെ കുടുംബം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൽ ചിലപ്പോൾ 4 പേര് കാണും, അല്ലെന്നുണ്ടെങ്കിൽ 5 പേര് 6 പേര്, അതിൽ കൂടുതൽ കാണത്തില്ല ഇന്നത്തെ കുടുംബം എന്ന് പറയുന്നത്. എന്നാലും 24 മണിക്കൂർ കൊണ്ട് അവർക്കൊരു കുടുംബം നയിച്ചു തീരാനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കും. അതാണ് ഒരു കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കുടുംബത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിനകത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനവും അതേപോലെ തന്നെ ക്ഷമയുമാണ് അത്യാവശ്യം. പരസ്പര ബഹുമാനവും പരസ്പര ക്ഷമയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം ഒരു സമൂഹത്തിനും പറയാനൊക്കത്തില്ല അതങ്ങനെയുള്ളൊരു കുടുംബമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പോയി എന്നുള്ളതിനെപ്പറ്റി പറയാനൊക്കത്തില്ല. അപ്പോൾ ഒരു കുടുംബത്തിലുള്ളതായ പുരുഷനും സ്ത്രീയും പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം ക്ഷമയോട് പല കാര്യങ്ങളും പറയുമ്പോൾ, പല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ പറഞ്ഞ് രമ്യമായ രീതിയിൽ പോകുമ്പോൾ മാത്രമേ ഒരു കുടുംബം എപ്പോഴും സന്തോഷമുള്ളൊരു കുടുംബമായി തീരാനൊക്കെ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഇന്നത്തെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, നമുക്കറിയാവുന്നൊരു കാര്യമാണ്, എല്ലാ ആൾക്കാരും, അത് പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ, എല്ലാവരും ജോലിക്ക് വേണ്ടി പോവുകയാണ്. രാവിലെ ആരും തന്നെ കാണത്തില്ല, വൈകുന്നേരമാണ് എല്ലാവരും വരുന്നത്, ഒന്നിച്ചു കൂടുന്നു, സന്തോഷം പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥ കുടുംബമായി തീരത്തുള്ളൂ. അവിടെ സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് വേണ്ടത് അത്യാവശ്യമായിട്ട് പരസ്പര ബഹുമാനവും പരസ്പര സ്നേഹവും എന്ന് പറയുന്ന ആ വാക്കുകൾ. ക്ഷമിക്കാനെ കൊണ്ട് കഴിയാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുവാനെ കൊണ്ട് വേണ്ടി കഴിയുന്ന വാക്കുകൾ പരസ്പരം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, മനസ്സിലത് നിറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബമായി പോകത്തുള്ളൂ. ഒരു കുടുംബം നന്നാവണമെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തെപ്പറ്റി കൂടുതലായിട്ട് പറയുവാനെ കൊണ്ട് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാനെ കൊണ്ട് വേണ്ടി പോയി ഷോപ്പുകളിൽ പോയിട്ട് ആ കുടുംബത്തിൻ്റെ മാസികകൾ, അല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ പുസ്തകങ്ങൾ, ആരെങ്കിലും നല്ല എഴുത്തുകാർ കുടുംബത്തെപ്പറ്റി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്ന് വായിച്ചിട്ട് കഥയില്ല. വായിക്കുന്നതിനകത്ത് കുറ്റം പറയല്ല, വായന അത്യാവശ്യമാണ്. വായനയുള്ളിടത്ത് മാത്രമേ കൂടുതൽ അറിവ് ലഭിക്കത്തുള്ളൂ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നേരെ നോക്കാനെ കൊണ്ട് സമയമില്ല. എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും മൊബൈലിനകത്ത് കുനിഞ്ഞിരുന്നുകൊണ്ട് അവരവരുടേതായ കാര്യം, കുഞ്ഞുങ്ങൾ വീഡിയോ ഗെയിം ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ വാട്സപ്പിനകത്തായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിനകത്തായിരിക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ ലോകം. വായനയില്ല, വായനാശീലമില്ല. പിന്നെ മറ്റുള്ളവരോട് കുടുംബത്തെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവരോട് കുടുംബത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, യഥാർത്ഥ കുടുംബത്തിൻ്റെ യഥാർത്ഥമായ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ വസിക്കുന്ന എത്ര പേരാണോ അവരാണ് ആ കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഒന്നിച്ച് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. നമുക്കറിയാവുന്നതാണ്, പണ്ടുള്ള കാലത്തും ഈശ്വരനാമങ്ങൾ ചൊല്ലിയിരുന്ന വീടുകൾ ഐശ്വര്യമുള്ള വീടുകളായിരുന്നു.
അവിടെയൊന്നും ആർക്കും ആ കുടുംബം നല്ലതല്ല, അല്ലെന്നുണ്ടെങ്കിൽ ആ കുടുംബം അങ്ങനെയാണെന്നുള്ള ഒരു വാക്ക് പറയാനെക്കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല. അപ്പോൾ ഒരു കുടുംബം നല്ലതായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ സ്നേഹമാണ്, അവിടെ ബഹുമാനമാണ്, അവിടെ പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവാണ് അത്യാവശ്യം. എങ്കിൽ മാത്രമേ ഒരു കുടുംബമായിട്ട് മാറുകയുള്ളൂ. ആ കുടുംബത്തിൻ്റെ പേരുകൾ സമൂഹത്തിൽ എന്നും നിലനിൽക്കും. ഇന്ന് 4 പേരെ ഉള്ളെന്നുണ്ടെങ്കിൽ 4 പേർക്കും രാവിലെ തന്നെ പോകുന്നവരാണ്, വൈകിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നിച്ച് ആ വൈകിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലികൾ ഒന്നിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ആ ജോലികൾ കഴിഞ്ഞിട്ട് എന്നാണോ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ദിവസം, ആ ഫ്രീ ഉള്ള ദിവസം അവർ ഒന്നിച്ച് വെളിയിൽ പോകുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ കുറേ സ്വാതന്ത്ര്യവും ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം നല്ലതെന്ന് പറയാനെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു കുടുംബം നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും പറയേണ്ട കാര്യമില്ല, സമൂഹം തന്നെ ഏറ്റെടുത്തോളും. പിന്നെ കേരളത്തിലിരിക്കുന്നവൻ ഈ കാര്യം പറയുന്നത് പിന്നീട് അറിയുന്നത് ഉഗാണ്ടയിലായിരിക്കും. അപ്പോൾ അത്രമാത്രം സ്പീഡിൽ പോകുന്നതായ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കാണാനൊക്കെ സാധിക്കും. വാർത്താവിനിമയങ്ങളുടെ ശക്തമായ കാലമാണ്. ഓരോ കാര്യങ്ങളും സെക്കൻഡുകൾ കൊണ്ട് എവിടെയാണോ ചെന്നെത്തേണ്ടത് അവിടെ ചെന്നെത്തേണ്ടതായ ഒരു സംഭവ വികാസം നമുക്ക് സമൂഹത്തിൽ കാണാനൊക്കെ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കുടുംബം നന്നാകണമെന്നുണ്ടെങ്കിൽ, കുടുംബം നല്ലതായിരിക്കണമെന്നുണ്ടെങ്കിൽ, കുടുംബം ഏത് രീതിയിൽ പോകണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഒരാൾ മാത്രമല്ല, പുരുഷൻ മാത്രമല്ല, അല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീ മാത്രമല്ല, ആ കുടുംബത്തിലുള്ളതായ ആരാണോ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമുള്ളവർ ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, കുടുംബം എന്നുള്ളതായ ഈ 3 അക്ഷരത്തെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ കുടുംബദിനത്തെ വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനെ കൊണ്ട് അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട്. ഈ കുടുംബദിനത്തിൽ ഇങ്ങനെ ഒരു 2 വാക്ക് പറയാനെ കൊണ്ട് അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അതിനായി അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട സാറിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും ഈ ഓൺ വോയിസ് കേട്ടിട്ട് അതിനെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.